പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ അനന്ത കാരുണ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല കർത്താവെ, ഞാനങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കരുണയാണ്, നിൻ്റെ സ്നേഹമാണ് ഈ ദിവസം മുഴുവനും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞെന്ന് ഞങ്ങളറിയും. സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം ചെയ്ത ഹെറോദേസിനെക്കുറിച്ച് ഞങ്ങളിന്നോർത്തു. കർത്താവായ യേശുവിനെ കാണുമ്പോൾ അവൻ അസ്വസ്ഥപ്പെടും, കുറ്റബോധം അവനുണ്ടാകും. ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യ ഹെറോദിയയുടെ വാക്ക് കേട്ടുകൊണ്ട് സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം ചെയ്ത ഇതിലുള്ള കുറ്റബോധം. ദൈവത്തിൻ്റെ കൃപ പലപ്പോഴും പരപ്രേരണയാലുണ്ടാകുന്ന തെറ്റുകൾ മൂലമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പരപ്രേരണയിലൂടെ നമ്മൾ പലപ്പോഴും തെറ്റിലേക്കും പ്രലോഭനങ്ങളിലേക്കും ചെന്ന് വീഴാം. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുവാനായിട്ട് ദൈവിക സാന്നിധ്യം ഉണ്ടെങ്കിലേ സാധ്യമാകും. ഇന്ന് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്, നിന്നിലുള്ള ദൈവികത്വത്തെ നഷ്ടപ്പെടുത്താതെ ദൈവകൃപയുടെ നിറവായി നീ മാറണമെങ്കിൽ ദൈവിക സാന്നിധ്യം മനസ്സിലാക്കുവാൻ നിനക്ക് കഴിയുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പോഴാണ് നിനക്ക് വിവേചന ശക്തി ഉണ്ടാവുക. ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. തെറ്റ് തെറ്റാണോ, ശരി ശരിയാണോ എന്ന് വേർതിരിച്ചറിയുവാനും തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാനും നിനക്ക് കഴിയുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ കുറ്റബോധം നിന്നെ വേട്ടയാടുകയും നിൻ്റെ ദൈവീക കൃപ നഷ്ടപ്പെടുകയും ജീവിതത്തിൽ അതൊരു ഭാരമായി നിലനിൽക്കുകയും ചെയ്യും. ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്ന ഈ ദിവസത്തിൽ അമ്മയുടെ പ്രേരണയനുസരിച്ച് മകളെ കൊണ്ട് പാപം ചെയ്യും. ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഹെറോദേസ് പാപം ചെയ്യും. പലരുടെയും വാക്ക് പ്രതികാര ബുദ്ധിയോടുകൂടി ഹെറോദിയയുടെ വാക്കുകൾ മനസ്സിലാക്കുവാൻ ഹെറോദേസിന് കഴിയും. ഇന്ന് കർത്താവെ, എൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പലരുടെയും മുമ്പിൽ ആളാകാനും ചെയ്തത് നിറവേറ്റണം, എത്ര തെറ്റാണെങ്കിലും എന്ന് ചിന്തിക്കുന്ന ഞങ്ങളുടെ ചിന്താഗതികളോട് വിട പറഞ്ഞുകൊണ്ട് ദൈവകൃപയുടെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഇന്നേ ദിനം ദാനമായി നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഇതാ കർത്താവെ, ഈ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ പെട്ടെന്നുള്ള മരണത്തിലുള്ള പാഠം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.